iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവർസിയർ ഗ്രേഡ് 1 എക്സാംസിന്റെ PYQ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a good building stone should not absorb % of water by weight when kept immersed in water for 24 hours. Options 7%, 10%, 15%, 5%. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? നല്ലൊരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ആണെങ്കിൽ ഒരു 24 hours നമ്മൾ അതിനെ വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഡ്രൈ വെയ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജിൽ കൂടാൻ പാടില്ല. അപ്പോൾ നമ്മൾ സ്റ്റോണിനകത്ത് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ആണെങ്കിൽ നമ്മൾ 24 hours അതിനെ വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഡ്രൈ വെയ്റ്റിൻ്റെ 5% കൂടാൻ പാടില്ല. ഇതുപോലെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അതായത് സ്റ്റോണിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, പിന്നെ കംപ്രസീവ് സ്ട്രെങ്ത്, ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യണം. ഒരു നല്ലൊരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ആണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.7 ആയിരിക്കും. അതുപോലെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 100 Newton/mm²നേക്കാൾ കൂടുതലായിരിക്കും. അതായത് മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് 100 Newton/mm² ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, dimensions of a modular brick as per Indian standard is. Option 19/9/9 cm, 20/10/10 cm, 19/10/9 cm, 20/10/9 cm. ഓപ്ഷൻസ് കാണുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നും. ചോദിച്ചിരിക്കുന്നത് ഒരു മോഡുലാർ ബ്രിക്കിൻ്റെ സൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോഡുലാർ ബ്രിക്ക് എന്നല്ലാതെ നമുക്ക് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് എ ബ്രിക്ക് എന്നും ചോദിക്കാം. ഓക്കെ, ഇതിപ്പോൾ ചോദിച്ചിരിക്കുന്നത് മോഡുലാർ ബ്രിക്ക് എന്നാണ്. സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ദ ബ്രിക്ക് എന്ന് ചോദിച്ചാലും മോഡുലാർ ബ്രിക്ക് എന്ന് ചോദിച്ചാലും ആൻസർ വരുന്നത് 19/9/9 cm ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് എ ബ്രിക്ക് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയായിരിക്കും? 19/9/9 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം യൂണിറ്റ്സ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. ഇനി നമുക്ക് ഓപ്ഷനിൽ വേണമെങ്കിൽ 19/9/9 സെൻറ്റിമീറ്റർ, 190/90/90 മില്ലിമീറ്റർ അങ്ങനെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും കറക്റ്റാണ്. അതായത് 190/90/90 മില്ലിമീറ്റർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? കറക്റ്റാണ്. അപ്പം നമ്മൾ യൂണിറ്റ് ശ്രദ്ധിക്കണം. ഇനി 190/90/90 സെൻറ്റിമീറ്റർ എന്നാണ് ഓപ്ഷനിൽ കിടക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. 19/9/9 സെൻറ്റിമീറ്ററും 190/90/90 മില്ലിമീറ്ററുമാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ എന്താണ് മോഡുലാർ ബ്രിക്കിൻ്റെ സൈസ് എന്ന് പറയുന്നതും ഒരു ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നതും 190/90/90 മില്ലിമീറ്റർ ആയിരിക്കും. പിന്നെയുണ്ട് രണ്ട് സൈസുകൾ നമ്മൾ പറയുന്നുണ്ട്. അതായത് നോമിനൽ സൈസ് ഓഫ് എ ബ്രിക്ക്. നോമിനൽ സൈസ് ഓഫ് എ ബ്രിക്ക് എന്ന് പറയുന്നത് എന്താണ്? നോമിനൽ സൈസ് എന്ന് പറയുന്നത് 20/10/10 സെൻറ്റിമീറ്റർ ആണ്. അപ്പം മില്ലിമീറ്ററിൽ വരുമ്പോൾ എന്തായിരിക്കും? 200/100/100 മില്ലിമീറ്റർ എന്നായിരിക്കും. അപ്പം നോമിനൽ സൈസ് ഓഫ് എ ബ്രിക്ക് എന്ന് ചോദിച്ചാൽ 20/10/10 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഒരു ട്രഡീഷണൽ ബ്രിക്കിൻ്റെ സൈസ് എത്രയാണ്? ഒരു ട്രഡീഷണൽ ബ്രിക്കിൻ്റെ സൈസ് അതും ചോദിക്കാറുണ്ട്. ട്രഡീഷണൽ ബ്രിക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 23/11/7 സെൻറ്റിമീറ്റർ. അതായത് 230/110/7 70 മില്ലിമീറ്റർ എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഈ മൂന്ന് സൈസും ഇമ്പോർട്ടൻ്റ് ആണ്. മാറി മാറി ചോദിക്കാറുണ്ട്. സ്റ്റാൻഡേർഡ് സൈസ് അല്ലെങ്കിൽ മോഡുലാർ ബ്രിക്കിൻ്റെ സൈസ് 19/9/9 സെൻറ്റിമീറ്റർ ആണ്. നോമിനൽ സൈസ് ഓഫ് എ ബ്രിക്ക് എന്ന് പറയുന്നത് 20/10/10 സെൻറ്റിമീറ്റർ ആണ്. ട്രഡീഷണൽ ബ്രിക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 230/110/7 സെൻറ്റിമീറ്റർ ആണ്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ മോഡുലാർ ബ്രിക്കിൻ്റെ സൈസ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? മോഡുലാർ ബ്രിക്കിൻ്റെ സൈസ് 19/9/9 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻ അഗ്രിഗേറ്റ് ആർ ദോസ് അഗ്രിഗേറ്റ്സ്. Options which are retained in 4.75 mm ISC, which are retained in 7.5 mm ISC, which passes through 4.75 mm ISC, which passes in 0.15 mm ISC. അപ്പോൾ ചോദിച്ചേക്കുന്നത് ഫൈൻ അഗ്രിഗേറ്റിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ആണ്. അതായത് നമ്മൾ ഈ ഫൈൻ അഗ്രിഗേറ്റ്സ് ഏത് സീവിലൂടെയാണ് പാസ് ചെയ്യുന്നത്, ഏത് സീവിലാണ് റിറ്റെയിൻ ചെയ്യുന്നത്. ഇത് ഫൈൻ അഗ്രിഗേറ്റിൻ്റെയും അതുപോലെ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെയും സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മളോട് ഫൈൻ അഗ്രിഗേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്.
4.75 mm സീവിലൂടെ പാസ് ചെയ്യുന്ന അഗ്രിഗേറ്റുകളാണ് ഫൈൻ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫൈൻ അഗ്രിഗേറ്റ്സ് ഏത് സീവിലായിരിക്കും റീറ്റെയിൻ ചെയ്യുന്നത്? 4.75 mm സീവിനകത്തൂടെ പാസ് ചെയ്ത് 75 മൈക്രോൺ സീവ്, അതായത് 75 മൈക്രോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.075 mm സീവിനകത്ത് റീറ്റെയിൻ ചെയ്യുന്ന അഗ്രിഗേറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫൈൻ അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കണം, നല്ലപോലെ മനസ്സിലാക്കി വെക്കണം. കാരണം കോഴ്സ് അഗ്രിഗേറ്റിന്റെ വരുമ്പം കോഴ്സ് അഗ്രിഗേറ്റിന്റെയും ഫൈൻ അഗ്രിഗേറ്റിന്റെയും സീവിന്റെ സൈസ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. 75 മൈക്രോൺ സീവിനകത്ത് റീറ്റെയിൻ ചെയ്യുന്നതാണ് ഫൈൻ അഗ്രിഗേറ്റ്. അപ്പോൾ അത് പാസ് ചെയ്യുന്നത് 4.75 mm സീവിനകത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ കോഴ്സ് അഗ്രിഗേറ്റോ? കോഴ്സ് അഗ്രിഗേറ്റ് റീറ്റെയിൻ ചെയ്യുന്നത് 4.75 mm സീവിനകത്തായിരിക്കും. ഈ ഒരു ഓപ്ഷൻ നോക്കുക. ഈ ഒരു ഓപ്ഷൻ ഏതിൻ്റെയാണ്? കോഴ്സ് അഗ്രിഗേറ്റിൻ്റെയാണ്. കോഴ്സ് അഗ്രിഗേറ്റ് സൈസ് കൂടുതലല്ലേ, അപ്പം കോഴ്സ് അഗ്രിഗേറ്റ് 4.75 mm സീവിനകത്തായിരിക്കും റീറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് പാസ് ചെയ്യുന്ന ഏത് സീവിനകത്തൂടെ ആയിരിക്കും? 80 mm സീവിനകത്തൂടെ ആയിരിക്കും അത് പാസ് ചെയ്യുന്നത്. കോഴ്സ് അഗ്രിഗേറ്റ് പാസ് ചെയ്ത് പോകുന്ന സീവിന്റെ സൈസ് 80 mm ആയിരിക്കും. തിരിഞ്ഞു പോകരുത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻ അഗ്രിഗേറ്റിന്റെ ആണ്. ഫൈൻ അഗ്രിഗേറ്റ് പാസ് ചെയ്യുന്നത് 4.75 mm ISCവിനകത്താണ്. അത് റീറ്റെയിൻ ചെയ്യുന്നത് 75 മൈക്രോൺ, ദാറ്റ് ഈസ് 0.075 mm അത് റീറ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, for testing workability of concrete, which test among the following is used? Option: flow test, BB consistometer test, compaction factor test, all of the above. അപ്പോൾ നമ്മളോട് വർക്കബിലിറ്റിയുടെ ടെസ്റ്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. വർക്കബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് ഏത് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. നമ്മൾ വർക്കബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ എല്ലാ ടെസ്റ്റുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫ്ലോ ടെസ്റ്റ്, VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, ഇതെല്ലാം നമ്മൾ വർക്കബിലിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടെസ്റ്റും കൂടെ ഉണ്ട്, അതാണ് സ്ലം ടെസ്റ്റ്. ഓക്കെ, അതും ഓർത്ത് വയ്ക്കണം. സ്ലം ടെസ്റ്റ്, സ്ലം കോണിൻ്റെ ഹൈറ്റ് എത്രയാണ്, ബോട്ടം ഡയമീറ്റർ, ടോപ്പ് ഡയമീറ്റർ, ഇതെല്ലാം എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം സ്ലം ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഫ്ലോ ടെസ്റ്റ്, VB കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, ഇതെല്ലാം നമ്മൾ വർക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, admixtures added to increase the rate of early strength development in concrete. Options: plasticizers, accelerating admixtures, super plasticizers, retarders. അപ്പോൾ അഡ്മിക്സ്ചേഴ്സിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഏർലി സ്ട്രെങ്തിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അഡ്മിക്സ്ചർ ഏതാണ്? അപ്പോൾ നമ്മൾ ഒരു കോൺക്രീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും മോട്ടറും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് കൂടാതെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒന്നാണ്, എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ് അഡ്മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് അഡ്മിക്സ്ചേഴ്സ്. ഇതെല്ലാം ഓരോ അഡ്മിക്സ്ചേഴ്സ് ആണ്. പ്ലാസ്റ്റിസൈസർ ആയാലും റിട്ടാർഡേഴ്സ് ആയാലും ആക്സലറേറ്റേഴ്സ്, ഇതെല്ലാം എന്താണ്? ഓരോ ടൈപ്പ് ഓഫ് അഡ്മിക്സ്ചേഴ്സ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യനെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഏർലി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് ഇൻ കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ ഏർലി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? കോൺക്രീറ്റിനെ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്മിക്സ്ചർ? അപ്പം നമ്മൾ സ്പീഡ് കൂട്ടുകയാണ്, ആക്സലറേറ്റ് ചെയ്യുവാണ്. ആക്സലറേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്സലറേറ്റിംഗ് അഡ്മിക്സ്ചേഴ്സ് ആണ് നമ്മൾ ഒരു കോൺക്രീറ്റിൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് സ്ട്രെങ്ത്, ഏർലി സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. ഇതിൻ്റെ ആൻസർ ആക്സലറേറ്റിംഗ് അഡ്മിക്സ്ചേഴ്സ് ആണ്. അപ്പോൾ എന്താണ് ഈ പ്ലാസ്റ്റിസൈസേഴ്സ്, സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് നോക്കാം. പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറഞ്ഞാലും സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറഞ്ഞാലും നമുക്ക് കോൺക്രീറ്റിന് വർക്കബിലിറ്റി വേണം. നമ്മൾ കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി വാട്ടറിൻ്റെ എമൗണ്ട് കൂട്ടാതെ, അതായത് എക്സസ് വാട്ടർ ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് കോൺക്രീറ്റിന് നല്ലൊരു വർക്കബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് പ്ലാസ്റ്റിസൈസേഴ്സും സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സും. അപ്പോൾ പ്ലാസ്റ്റിസൈസേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 15% വരെ, 5 to 15% വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സസ് ആയിട്ട് വാട്ടർ ആഡ് ചെയ്യാതെ തന്നെ, അതായത് വാട്ടറിൻ്റെ കണ്ടന്റ് ഒരു 5 to 15% കുറച്ചുകൊണ്ട് തന്നെ കോൺക്രീറ്റിന് നല്ലൊരു വർക്കബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും. സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് ആകുമ്പോഴത്തേക്കും അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ, അതായത് ഒരു 30% വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടറിൻ്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വർക്കബിലിറ്റി കൂട്ടാൻ പറ്റുന്ന ഒന്നാണ് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്സലറേറ്റേഴ്സ് പറഞ്ഞല്ലോ, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് റിട്ടാർഡേഴ്സ് എന്ന് പറയുന്നത്. റിട്ടാർഡേഴ്സ് എന്തിനു വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക്
കുറേ നേരം ഈ കോൺക്രീറ്റിനെ വർക്കബിൾ ആക്കി വെക്കണം. അതായത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യേണ്ട, കോൺക്രീറ്റ് അതിൻ്റെ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യേണ്ട. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിട്ടാർഡേഴ്സ് എന്ന് പറയുന്നത്. ഈ റിട്ടാർഡേഴ്സിൻ്റെ എക്സാമ്പിൾ, ആക്സലറേറ്റേഴ്സിൻ്റെ എക്സാമ്പിളും ഇമ്പോർട്ടൻ്റ് ആണ്. റിട്ടാർഡേഴ്സിന് നമ്മൾ ജിപ്സം, ഷുഗർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ജിപ്സം, ഷുഗർ എന്നൊക്കെ പറയുന്നത് റിട്ടാർഡേഴ്സിൻ്റെ എക്സാമ്പിൾ ആണ്. ആക്സലറേറ്റിംഗ് അഡ്മിക്ചേഴ്സ് ആയിട്ട് നമുക്ക് കാൽഷ്യം ക്ലോറൈഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഈ എക്സാമ്പിൾസ് വെച്ചിട്ടും ഇതിലേതാണ് റിട്ടാർഡേഴ്സ് അല്ലെങ്കിൽ ആക്സലറേറ്റേഴ്സ് അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ആക്സലറേറ്റിംഗ് അഡ്മിക്ചേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, cracked or cleft developing longitudinally in the log after their filling which are cutting across annual ring of the log. Options Rindegold's, checks, warp, shake. അപ്പം നമ്മുടെ ടിമ്പറിനകത്തെ ഡിഫക്റ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു ലോഗിൻ്റെ ആനുവൽ റിങ്സിനെ എക്രോസ് ആയിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ അതിലുണ്ടാകുന്ന ക്രാക്കുകളെ അല്ലെങ്കിൽ ക്ലെഫ്റ്റ് മീൻസ് ക്രാക്ക് തന്നെയാണ്, അതിനെ എന്താണ് പറയുന്നത്, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ റിൻഡിഗോൾസ്, ചെക്സ്, വാർപ്സ്, ഷേക്ക്. അപ്പം നമ്മുടെ ആനുവൽ റിങ്സിന് എക്രോസ് ആയിട്ട് ഉണ്ടാവുന്ന ക്രാക്കുകളെ പറയുന്ന പേരാണ് ചെക്സ് എന്ന് പറയുന്നത്. ഈ ഡിഫക്റ്റുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് ഡിഫക്റ്റ് ഡ്യൂ ടു ഫംഗൈ, കൺവേർഷൻ, സീസണിങ്, അങ്ങനെ നാച്ചുറൽ ഫോഴ്സസ്, അങ്ങനെയുള്ള ഓരോ കൺവേർഷൻസിനെയും താഴെയുള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഡിഫക്റ്റുകൾ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് നോക്കാം ഈ റിൻഡിഗോൾസ് എന്താണെന്ന് നോക്കാം. റിൻഡിഗോൾസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രീയിൽ നിന്നും ഒരു ബ്രാഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോർഷനിൽ നിന്നും ഒരു പെക്യുലറായിട്ട് കർവ് ചെയ്ത് ഒരു സ്വെല്ലിങ് വരും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റിൻഡിഗോൾസ് എന്ന് പറയുന്നത്. ഈ ചെക്സ് എന്താണ്, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു വുഡിൻ്റെ ഫൈബേഴ്സിനെ സെപ്പറേറ്റ് ആവുന്നതിനെയാണ് നമ്മൾ, അതിനകത്തുണ്ടാകുന്ന ക്രാക്കുകളെയാണ് നമ്മൾ ചെക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ചെക്ക് എന്ന് പറയുന്നത് ഒരു എൻഡിൽ നിന്നും അടുത്ത എൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യില്ല. ഈ ഷേക്സ് എന്ന് പറയുന്നതും ഇതുപോലുള്ള ക്രാക്കുകൾ തന്നെയാണ്. അതായത് പാർഷ്യലിയോ അല്ലെങ്കിൽ ഫുള്ളി ആയിട്ടോ ഒരു വുഡിൻ്റെ ഫൈബേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ക്രാക്കുകൾ തന്നെയാണ് ഷേക്സ്. ഈ ഷേക്സിനകത്ത് പിന്നെയും കുറേ ഹേർട്ട് ഷേക്ക്, കപ്പ് ഷേക്ക്, സ്റ്റാർ ഷേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതാണ് ഷേക്സ് എന്ന് പറയുന്നത്. ഇനി വാർപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഡ്രൈയിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് വാർപ്പ്. അതായത് നമ്മളൊരു ലോഗിനെ ഡ്രൈ ചെയ്യുന്ന സമയത്ത് അതിനകത്തുണ്ടാകുന്ന സ്ട്രെസ്സസ് കാരണം അതിൻ്റെ ഷേപ്പിന് എന്തെങ്കിലും ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വാർപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്, ആനുവൽ റിങ്സിന് എക്രോസ് ആയിട്ട് ഉണ്ടാവുന്ന ക്രാക്കുകളാണ് എന്തെന്ന് പറയുന്നത്, ചെക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിക്നെസ് ഓഫ് 3 plies ഷാൽ ബി. 3 pliesന്റെ തിക്നെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 3, 4, 5, 6 mm, 4, 5, 6, 7 mm, 5, 6, 7, 8, 9 mm, 9, 12, 15, 16 mm. അപ്പം 3 pliesന്റെ തിക്നെസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 3 pliesന്റെ തിക്നെസ് എന്ന് പറയുന്നത് 3, 4, 5, 6 mm ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ് 5 pliesന്റെ തിക്നെസ്. ഓക്കെ, അപ്പോൾ 5 plies ആണ് വരുന്നതെങ്കിൽ ഏതാണ് എടുക്കേണ്ടത്? 5 plies വരുവാണെങ്കിൽ 5, 6, 8, 9 mm ആണ് നമ്മൾ എടുക്കേണ്ടത്. 7 വരത്തില്ല. 3 plies ആണെങ്കിൽ 3, 4, 5, 6 mm. 3 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 5 plies ആണെങ്കിൽ 5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ 7 വരത്തില്ല. അപ്പോൾ 5, 6, 8, 9 mm ആണ് 5 pliesന്റെ തിക്നെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പാരറ്റസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് സൗണ്ട്നെസ് ഓഫ് സിമെന്റ്. എല്ലാവർക്കും കേട്ട് പരിചയമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സൗണ്ട്നെസ് ഓഫ് സിമെന്റ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ഏതാണ്? ഓപ്ഷൻസ് വിക്കറ്റ് അപ്പാരറ്റസ്, ലേ ഷാർലിയർ അപ്പാരറ്റസ്, എയർ പെർമിയബിലിറ്റി അപ്പാരറ്റസ്, ഓൾ ഓഫ് ദി എബോ. അപ്പം ഈ ഓപ്ഷൻസിൽ കൊടുത്തേക്കുന്ന അപ്പാരറ്റസുകളെല്ലാം തന്നെ നമുക്ക് സിമെന്റിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് സൗണ്ട്നെസ് ഓഫ് സിമെന്റ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ഏതാണ്? സൗണ്ട്നെസ് ഓഫ് സിമെന്റ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ലേ ഷാർലിയർ അപ്പാരറ്റസ് ആണ്. ഇതിനകത്ത് എപ്പോഴും ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വിക്കറ്റ് അപ്പാരറ്റസ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? വിക്കറ്റ് അപ്പാരറ്റസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കൺസിസ്റ്റൻസി, അതുപോലെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം, ഇതെല്ലാം കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? വിക്കറ്റ് അപ്പാരറ്റസ് ആണ്.
ഇനി എയർ പെർമിയബിലിറ്റി അപ്പാരറ്റസ് എന്തിനാണ്? നമ്മൾ ഫൈൻനെസ് ഓഫ് സിമെന്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എയർ പെർമിയബിലിറ്റി അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 അപ്പാരറ്റസും നമ്മൾ സിമെന്റിന്റെ ടെസ്റ്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് സൗണ്ട്നെസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലേ ഷാലിയർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. വിക്കറ്റ് അപ്പാരറ്റസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വിക്കറ്റ് അപ്പാരറ്റസ് കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൺസിസ്റ്റൻസി മാത്രമല്ല, ഇനിഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും വരും. ഓക്കെ, അതിനകത്ത് നീഡിൽസിന്റെ സൈസ് അതെല്ലാം എത്രയാണ് ബോട്ടത്തിൽ നിന്നുള്ള അതിന്റെ എക്സ്പാൻഷൻ അതെല്ലാം നോട്ട് ചെയ്യണം. കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് വിക്കറ്റ് അപ്പാരറ്റസ്. എയർ പെർമിയബിലിറ്റി അപ്പാരറ്റസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫൈനസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സീപ് ടെസ്റ്റും ഉണ്ട്, എയർ പെർമിയബിലിറ്റി ടെസ്റ്റും ഉണ്ട്. അതിനകത്താണ് നമ്മൾ എയർ പെർമിയബിലിറ്റി അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത്. Okay, next question. Blast furnace is used for the manufacture of pig iron, wrought iron, steel, cast iron. അപ്പം ബ്ലാസ്റ്റ് ഫർണസ് എന്തിൻ്റെ മാനുഫാക്ചറിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് യൂസ് ചെയ്യുന്നത് പിഗ് അയണിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വ്രോട്ട് അയണിൻ്റെയും സ്റ്റീലിൻ്റെയും കാസ്റ്റ് അയണിനും ഓരോന്നിനും ഉണ്ട് ഓരോ ഫർണസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. വ്രോട്ട് അയണിൻ്റെ മാനുഫാക്ചറിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? റെവർബറേറ്ററി ഫർണസ് ആണ്, പഡ്ലിംഗ് ഫർണസ് എന്നൊക്കെ പറയുന്നത്. കാസ്റ്റ് അയണിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ക്യുപ്പോള ഫർണസ് ആണ്. ഇപ്പം സ്റ്റീലിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ് അങ്ങനെ കുറേ മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. സ്പെസിഫിക് ആയിട്ട് പറയാനാണെങ്കിൽ ഇത് കാസ്റ്റ് അയണിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്യുപ്പോള ഫർണസ്. ക്യുപ്പോള ഫർണസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാസ്റ്റ് അയണിന് വേണ്ടിയിട്ടാണ്. പിഗ് അയണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്. റോട്ട് അയറിന് വേണ്ടിയിട്ട് നമ്മൾ റെവർബറേറ്ററി ഫർണസ് യൂസ് ചെയ്യാറുണ്ട്. പഡ്ലിംഗ് ഫർണസ് എന്നും പറയും കേട്ടോ. ഓക്കെ, last question. Chalcocite is an ore of tin, aluminium, copper, lead. ചാൽക്കോസൈറ്റ് എന്തിൻ്റെ ഓറാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാൽക്കോസൈറ്റ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെ ഓറാണ്. അപ്പം ഈ ചാൽക്കോസൈറ്റിന് വേറൊരു പേരാണ്, ചിലപ്പം ഇങ്ങനെ ആയിരിക്കത്തില്ല ചോദിക്കുന്നത്, കോപ്പർ ഗ്ലാൻസ് എന്നും ചോദിക്കാം. കോപ്പർ ഗ്ലാൻസ് എന്ന് ഉള്ളതിൻ്റെ വേറൊരു പേരാണ് ചാൽക്കോസൈറ്റ് എന്ന് പറയുന്നത്. കോപ്പർ ഗ്ലാൻസ് എന്താണ്? കോപ്പറിൻ്റെ ഒരു ഓറാണ്. അതുപോലെ തന്നെ ഏതൊക്കെ വേറെ ഓറുകളാണ്? കുപ്രൈറ്റ്, പിന്നെ കോപ്പർ ഗ്ലാൻസ്, കോപ്പർ പൈറൈറ്റ്സ്, ഇതെല്ലാം എന്താണ്? കോപ്പർ പൈറൈറ്റ്സ്, അസുറേറ്റ്, മാലഷൈറ്റ്, ഇതെല്ലാം എന്തിൻ്റെ ഓറുകളാണ്? കോപ്പറിൻ്റെ ഓറുകളാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചാൽക്കോസൈറ്റ് ആണ്. ചാൽക്കോസൈറ്റിന്റെ വേറൊരു പേരാണ് കോപ്പർ ഗ്ലാൻസ്. കോപ്പർ ഗ്ലാൻസ് എന്ന് പറയുന്നത് കോപ്പറിന്റെ ഓറാണ്. അപ്പം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.